ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അനശ്വരായ കലാകാരൻ കലാഭവൻ നവാസിന്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത ഇന്നും കലാലോകത്ത് നിഴലിച്ചു നിൽക്കുകയാണ്. മിമിക്രി വേദികളിൽ നിന്ന് സിനിമകളുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ നവാസ് തന്റെ തനതായ ശൈലിയുടെയും നർമ്മബോധത്തിലൂടെയും ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അപ്രതീക്ഷിതമായി എത്തിയ ഹൃദയാഘാതം ആ കലാജീവിതത്തിന് തിരശ്ശീലയിട്ടപ്പോൾ അത് സഹപ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. നവാസ് അവസാനമായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ട പ്രകമ്പനം എന്ന ചിത്രം അടുത്തിടെ പുറത്തിറങ്ങിയപ്പോൾ അതിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ആ ചിത്രത്തിന് ലഭിച്ച വലിയ സ്വീകാര്യത നവാസ് എന്ന കലാകാരനോട് മലയാളികൾക്ക് ഇപ്പോഴുമുള്ള സ്നേഹത്തിന്റെ തെളിവാണ്. ഈ സാഹചര്യത്തിൽ നവാസിന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹമില്ലാത്ത അവരുടെ ജീവിതത്തെക്കുറിച്ചും സഹോദരനും നടനുമായ നിയാസ് ബക്കർ പങ്കുവച്ച ഹൃദയസ്പർശിയായ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. ഒരു കലാകാരന്റെ മരണം കേവലം സ്റ്റേജിലെ വിളക്കണയുന്നത് പോലെയല്ല, മറിച്ച് അതൊരു കുടുംബത്തിന്റെ നെടുംതൂൺ തകരുന്നത് കൂടിയാണ്. എന്നാൽ നവാസ് തന്റെ കുടുംബത്തെ കരുത്തുറ്റ അടിത്തറയിൽ നിർത്തിക്കൊണ്ടാണ് യാത്രയായതെന്ന് നിയാസ് ബക്കർ സാക്ഷ്യപ്പെടുത്തുന്നു. നവാസിന്റെ വിയോഗത്തിനു ശേഷം ഭാര്യ രഹ്നയും മക്കളും മറ്റാരുടെയും സഹായത്തിനായി കൈനീട്ടാൻ ആഗ്രഹിക്കുന്നില്ലെന്നത് അഭിമാനത്തോടെയാണ് നിയാസ് പങ്കുവച്ചത്. നവാസ് മരണപ്പെട്ടാൽ കുടുംബം അനാഥാകുമെന്ന് കരുതിയവർക്കുള്ള മറുപടിയാണ് ആ കുടുംബം ഇന്ന് കാണിക്കുന്ന ആത്മവിശ്വാസം. നവാസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പ്രാപ്തരാക്കിയിരുന്നു എന്നതാണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം. മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ രഹ്നയെയും കുട്ടികളെയും പ്രാപ്തരാക്കിയതിൽ നവാസിന് ഒരു സഹോദരൻ എന്ന നിലയിൽ നിയാസ് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം അവരവരിൽ തന്നെയാണ് നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. നവാസ് അത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. മറ്റുള്ളവർ സഹായിക്കാൻ തയ്യാറായി വന്നാലും അത് സ്വീകരിച്ച് ജീവിക്കാനല്ല രഹ്ന ആഗ്രഹിക്കുന്നത്. നവാസ് കഠിനാധ്വാനം ചെയ്ത് സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങൾ കൊണ്ട് മാന്യമായി ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സഹോദരൻ എന്ന നിലയിൽ തനിക്ക് അവർക്കായി പലതും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും, ആരുടെയും സഹായം വേണ്ട എന്ന് അവർ ഉറച്ച തീരുമാനത്തോടെ പറയുമ്പോൾ തനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നതെന്ന് നിയാസ് പറയുന്നു. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നവാസ് നേടിയ ഏറ്റവും വലിയ വിജയം ഇതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 4-5 കോടിയുടെ ആസ്തി നവാസ് തന്റെ കുടുംബത്തിനായി കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടുന്നില്ല. എന്നാൽ പണത്തേക്കാൾ ഉപരിയായി നവാസ് നൽകിയ മാനസികമായ കരുത്താണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രണയത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ആഴത്തെക്കുറിച്ചും നിയാസ് വാരാജനായി. നവാസ് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് രഹ്ന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ആ ബന്ധത്തിന്റെ തീവ്രതയാണ് കാണിക്കുന്നത്. ജീവിത പങ്കാളി ഇല്ലാതെയാകുമ്പോൾ അനുഭവപ്പെടുന്ന ആ ശൂന്യത വാക്കുകൾക്കും അപ്പുറമാണ്. തന്റെ ജീവിതത്തിലും തന്റെ ഭാര്യയ്ക്കും ഇതേ വികാരം തന്നെയാകും ഉണ്ടാകുക എന്ന് നിയാസ് ഓർമ്മിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പും സ്നേഹവുമാണ് ഒരു മനുഷ്യനെ സമാധാനത്തോടെ മരിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത്. നവാസ് ഒരു മികച്ച കലാകാരൻ എന്നതിലുപരി ഒരു മികച്ച കുടുംബനാഥനായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് രഹ്നയുടെ ഈ വാക്കുകൾ. കഠിനാധ്വാനം ചെയ്ത് നേടിയ സമ്പാദ്യത്തിനപ്പുറം തന്റെ അഭാവവും കുടുംബത്തിന് സുരക്ഷിത ബോധം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. സഹായം എന്നത് പണം നൽകുന്നത് മാത്രമല്ല, മറിച്ച് ഒരാളെ സ്വയം പര്യാപ്തനാക്കുന്നതാണ് യഥാർത്ഥ സഹായം. നവാസ് അത് തന്റെ ജീവിതകാലത്ത് തന്നെ നടപ്പിലാക്കി. ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ഒരാൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ തകർന്നു പോകുന്ന ഒട്ടനവധി കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുമുണ്ട്. എന്നാൽ അത്തരമൊരു ദുരവസ്ഥ തന്റെ കുടുംബത്തിന് ഉണ്ടാകരുത് എന്ന് നവാസ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആത്മവിശ്വാസത്തോടെ ലോകത്തെ അഭിമുഖീകരിക്കാൻ ആ കുടുംബത്തിന് കഴിയുന്നത്. ഒരു സ്വകാര്യ മാധ്യമ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നിയാസ് തന്റെ അനിയനെ കുറിച്ചുള്ള ഈ ഓർമ്മകൾ പങ്കുവച്ചത്. സഹോദരന്റെ വിയോഗം നൽകുന്ന വേദനക്കിടയിലും അവൻ പകർന്നു നൽകിയ ആ ശൗര്യവും കരുത്തും തന്റെ കുടുംബത്തിൽ കാണുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ് നിയാസിന് ലഭിക്കുന്നത്. കലാലോകത്തെ തന്റെ സഹപ്രവർത്തകർക്കിടയിലും നവാസ് എന്നും ഒരു മാതൃകയായിരുന്നു. മടിയൊന്നും കൂടാതെ ഏത് ജോലിയും ചെയ്യാനും സമ്പാദിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. കലയെ പ്രണയിക്കുമ്പോഴും ജീവിതത്തിലെ പ്രായോഗിക വശങ്ങളെ അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. സാധാരണക്കാരായ പല കലാകാരന്മാരും പ്രശസ്തിയുടെ കൊടിമുടിയിൽ നിൽക്കുമ്പോഴും സാമ്പത്തികമായി തകർന്നു പോകുന്ന കാഴ്ച നാം കാണാറുണ്ട്. എന്നാൽ നവാസ് തന്റെ ജീവിതം കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. മിമിക്രി വേദികളിലെ ചിരിക്ക് പിന്നിൽ തന്റെ കുടുംബത്തിന്റെ സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഒരു അധ്വാനശീലന്റെ മനസ്സുകൂടിയായിരുന്നു അവർക്ക്. നവാസിന്റെ വേർപാട് സിനിമയ്ക്കും മിമിക്രി ലോകത്തിനും വലിയ നഷ്ടമാണെങ്കിലും അദ്ദേഹം കുടുംബത്തിനായി കരുതി വെച്ച ഈ സുരക്ഷിതത്വം മറ്റുള്ളവർക്ക് വലിയൊരു പാഠമാണ്.